എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് തമിഴ്നാട്ടിലെ ഗവൺമെൻറ് കോൺട്രാക്ടർമാരുടെ അസോസിയേഷൻ്റെ നേതാക്കന്മാരെ ചർച്ചയ്ക്ക് വിളിച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചു, ഈ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആർക്കൊക്കെ എത്രയൊക്കെ കൈക്കൂലി നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വീതമായിട്ട് കൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചു. അത് ചോദ്യം ആത്മാർത്ഥതയുള്ളതായതുകൊണ്ട് അവർ കൃത്യമായിട്ടും അതിൻ്റെ മറുപടി മുഖ്യമന്ത്രിയോട് പറഞ്ഞു. അപ്പം മുഖ്യമന്ത്രി വിജയ് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ബില്ലുകൾ പാസ്സാക്കാൻ 1 രൂപ പോലും കൈക്കൂലി കൊടുക്കാതെ ഞാൻ ബില്ല് മാറിത്തരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വർക്കുകൾ എങ്ങനെ ചെയ്തു തരാം, അല്ലെങ്കിൽ ഏത് റേറ്റിന് ചെയ്തു തരാം എന്ന് അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു, 1 രൂപ പോലും കൈക്കൂലി കൊടുക്കാതെ ബില്ലുകൾ മാറി തരികയാണെങ്കിൽ 30% റേറ്റ് താത്ത് ഞങ്ങൾ വർക്ക് ചെയ്തു തരാം. 30% റേറ്റ് താക്കുമ്പം വർക്കിൽ എന്തെങ്കിലും കൃത്രിമം ചെയ്യുമോ, അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എത്രത്തോളം അത് വിജയകരമാകുമെന്ന് കാലം തെളിയിക്കണം. ഞാൻ മനസ്സിലാക്കുന്നത്, വിദേശ രാജ്യങ്ങളിലൊക്കെ ഏത് വർക്കിന് എസ്റ്റിമേറ്റ് എടുക്കുമ്പോഴും അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ വില, അതിൻ്റെ ലേബർ ചാർജ്, കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ്, ഇതെല്ലാം ചേർത്ത് നാട്ടുനടപ്പുള്ള ഒരു റേറ്റ് അവിടുത്തെ ഗവൺമെൻറ്റുകൾ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് കണ്ടെത്തും. ആ റേറ്റിലും താഴേക്ക് ഒരു കൊട്ടേഷൻ കൊടുത്താൽ അവനെ ആദ്യമേ തന്നെ എടുത്ത് ദൂരെ കളയും, അവന് വർക്ക് കൊടുക്കില്ല. എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യയിലും തമിഴ്നാട്ടിലാണേലും കേരളത്തിലാണേലും എവിടെയാണെങ്കിലും ഈ ഒരു നാട്ടുനടപ്പുള്ള റേറ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് വെച്ച് കൃത്യമായ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ ഉള്ള റേറ്റ് വേണം. അതിൽ കുറഞ്ഞാൽ എങ്ങനെ ചെയ്യുമെന്നുള്ളത് ഇനി അത് കാലം തെളിയിക്കണം. എന്തായാലും തമിഴ്നാട്ടിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന നിർമ്മാണ മേഖലയിൽ ഉണ്ടായിരുന്ന അഴിമതി എത്രത്തോളം വലുതാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഈ സംഭവം. അപ്പോൾ കഴിഞ്ഞ 2 തവണ കേരളത്തിൽ ഭരിച്ചിരുന്ന LDFന് പല പ്രാവശ്യമായിട്ട് തമിഴ്നാട് ഭരിച്ച അവിടുത്തെ ഗവൺമെൻറ്റുമായിട്ടുള്ള ബന്ധം നമുക്കറിയാമല്ലോ. ഇവിടുത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും സ്റ്റാലിനും മച്ചാനുമായിരുന്നു. ഈ എല്ലാ കാര്യത്തിലും നിന്നുള്ള അസത്യം അല്ലേ. ഇനി ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശനോടും കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിനോടും ചോദിക്കട്ടെ, കേരളത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് സ്വീകരിച്ച മാതൃക നിങ്ങൾക്ക് സ്വീകരിക്കാമോ? കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡറിലെ റോഡുകൾ, തമിഴ്നാട്ടിലോട്ടുള്ള റോഡുകൾ എത്ര ഗംഭീരമാണ്. കുമളിയിൽ നിന്നും പാലക്കാട് നിന്നും അല്ലെങ്കിൽ തിരുവനന്തപുരത്തു നിന്നൊക്കെ തമിഴ്നാട്ടിലേക്ക് കയറുമ്പോൾ തന്നെ അവിടുത്തെ റോഡുകളുടെ നിലവാരം നമുക്കറിയാം. തിരിച്ചിങ്ങോട്ട് കയറുമ്പോഴോ കുഴിയോട് കുഴി, അശാസ്ത്രീയമായ നിർമ്മാണം. ഞാൻ കഴിഞ്ഞ ദിവസം പൊള്ളാച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് വരുവാ. പൊള്ളാച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് തമിഴ്നാട്ടിലെ റോഡിൽ നല്ല സുഖിച്ചിങ്ങോട്ട് വന്നിട്ട് ശകലം കഴിഞ്ഞ് കേരളത്തിലെ റോഡിൽ കയറി. പണ്ടൊരു സിനിമയ്ക്കകത്ത് സലീം കുമാർ പറഞ്ഞു, മണത്ത് നോക്കിയിട്ട് കൊച്ചി എത്തി. മണം കേട്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി കൊച്ചി എത്തിയെന്ന്. ഈ വണ്ടിയിലിരുന്ന് ഉറങ്ങുന്നവനെ റോഡിൻ്റെ വ്യത്യാസം വരുമ്പോൾ അറിയാം റോഡ് കേരളം എത്തിയെന്ന്. അതുകൂട്ട് നശിച്ച ഒരു റോഡ്. ഇത് കേരളത്തിന് ഏത് വഴിക്ക് പോയാലും ഇതേ. ആ മെയിൻ NH കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയാൽ മുഴുവൻ മോശം. ഞാൻ PWD മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ചോദിക്കട്ടെ, നിർമ്മാണ മേഖലയിലെ കൊടിയ അഴിമതി അവസാനിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? ഞങ്ങൾ പൊതുജനം ഇവിടുത്തെ റോഡുകളിലൂടെ യാത്ര ചെയ്ത് മടുത്തു. 15 വർഷത്തെ മുൻകൂർ റോഡ് ടാക്സ് തന്നിട്ടല്ലേ ഞങ്ങളുടെ പ്രൈവറ്റ് വാഹനങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത്? 3 മാസം മുതൽ വർഷങ്ങളുടെ ടാക്സുകൾ മുൻകൂർ തന്നിട്ടല്ലേ ഇവിടെ പെർമിറ്റ് വണ്ടികൾ ഓടുന്നത്? മുൻകൂർ പണം മേടിക്കുന്നത് ഞങ്ങൾക്ക് നല്ല റോഡുകൾ ഉണ്ടാക്കി തരാമെന്നുള്ള വ്യവസ്ഥയല്ലേ? വ്യവസ്ഥ പാലിക്കേണ്ട മാന്യത നിങ്ങൾക്കില്ലേ? ഇനി കേരളത്തിലെ PWD മന്ത്രി ബഷീർ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു, മഴയാണെങ്കിൽ റോഡിലെല്ലാം കുയ്യുണ്ടാകുമെന്ന്. സാധാരണ പാണ്ടിക്കാർക്കായി ഇല്ലാത്തത്. പാണ്ടിക്കാർക്ക് മഴയില്ല, മഴയാ എന്ന് പറഞ്ഞല്ലേ പുള്ളി പറഞ്ഞത്, ബഷീർ പറഞ്ഞത്. മഴയാണെങ്കിൽ കുയ്യുണ്ടാകുമെന്ന്. മന്ത്രിയോട് ചോദിക്കട്ടെ, കേരളത്തിൽ മാത്രം റോഡുണ്ടാക്കുന്ന കളിമണ്ണ് കൊണ്ടാണോ മഴ വീഴുമ്പോൾ കുയ്യായി പോയാൽ? തനിക്ക് നാണം ഉണ്ടോടോ ഇങ്ങനത്തെ ഒരു വർത്തമാനം പറയാൻ? ഈ മലപ്പുറത്തുനിന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് വന്ന മന്ത്രിമാരും മിക്കരും ഒരുത്തൻ കേരളം എന്ന് എഴുതിയതാ, കോരളം, സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി. അടുത്തവൻ 9536 വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ അളിയൻ മലപ്പുറം കുട്ടി. അടുത്തവൻ മഴ വന്നാൽ കുഴി വരും. നിനക്കൊക്കെ നാണമുണ്ടോ?
വി.ഡി. സതീശനോട് ചോദിക്കട്ടെ, ഇങ്ങനത്തെ മാരണങ്ങളെ വെച്ച് നിങ്ങൾ എങ്ങനെ 5 വർഷം ഈ കേരളം ഭരിച്ചുകൊണ്ട് പോകും? എങ്ങനെ ഭരിച്ച് നന്നാക്കും? അന്നേരം സോഷ്യൽ മീഡിയയിൽ ഉടനെ പോസ്റ്റ് വന്നു, ഇത് കാണുമ്പോൾ മുഹമ്മദ് റിയാസ് ശരിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോയെന്ന്. മുഹമ്മദ് റിയാസ് ആരാ? മറ്റേ ഫ്ലക്സ് മന്ത്രി. കേന്ദ്രം പണിത റോഡിൻ്റെ അവിടെ പോയി വായും പൊളിച്ച് നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഫ്ലക്സ് അടിച്ച് വഴി നീളം വെച്ച പാർട്ടി. എന്നിട്ട് റോഡ് മറിഞ്ഞ് വീണ് കഴിഞ്ഞപ്പം ഇത് ഞങ്ങളുടെ അല്ല, ഇത് കേന്ദ്രത്തിൻ്റെ ആണെന്നും പറഞ്ഞ് വലിയ കോലം വെച്ച പാർട്ടി. ഇങ്ങേരാ റിയാസ് മന്ത്രി. റിയാസ് മന്ത്രി ആയിരുന്നു ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലെന്ന് ഞങ്ങൾക്ക് ഒട്ടും തോന്നുന്നില്ല. കേരളത്തിലെ റോഡ് മുഴുവൻ കിടക്കുന്നത് കാണാൻ അത് മുഴുവൻ റിയാസ് മന്ത്രിയുടെ കയ്യിൽ ഇരിപ്പുണ്ടാവും. നമുക്ക് മനസ്സിലാകുന്നത് പലർക്കും ഭരണത്തിൽ ഇരുന്നതിൻ്റെ കൊതി അങ്ങോട്ട് തീർന്നിട്ടില്ല. LDFിൻ്റെ ചില ആളുകൾക്കുണ്ടല്ലോ, ഭരണം പോയെന്നുള്ള കാര്യം പോലും അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു പരിധി വരെ ഭരണം പോയിട്ടുമില്ല കേട്ടോ, സത്യമാണ്. കാരണം വി.ഡി. സതീശൻ കയറിയ പിന്നെ LDFുകാർ വെച്ചിരുന്ന ആരെ ഒഴിവാക്കിയിട്ടില്ല. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നു, ഊരാളുങ്കൽ സൊസൈറ്റിയെ വരെ അതുപോലെ തീറ്റിപ്പോറ്റാൻ ഇവിടെ സതീശൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ടെന്ന്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം മുടിപ്പിച്ച് നശിപ്പിച്ച് ആഫ്രിക്കയിലെ ദരിദ്ര രാജ്യം പോലെ ആക്കിയിട്ടും ഇപ്പോഴും ചോദിക്കുന്നത് പിണറായിയും മുഹമ്മദ് റിയാസും ശരിയായിരുന്നു എന്ന് തോന്നുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ചെറുത്താൻ പോയിട്ട് വേറൊരു വിശ്വാസം വന്നു, അത്രയും മാത്രമേ തോന്നുള്ളൂ. അതുകൊണ്ടല്ലേ ഒരുത്തൻ പറഞ്ഞ മയ വന്നാൽ കുയി വരുമെന്ന്. ഇപ്പോഴത്തെ മന്ത്രിമാരുടെ സംസാരവും പെരുമാറ്റവും അറിവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാരുമായിട്ട് ഒരു വ്യത്യാസവും ഇതിനകത്തില്ല. ഇപ്പോഴത്തെ UDF ഗവൺമെൻറ്റിനകത്ത് ഇല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി കുറച്ചുകൂടെ വലിയ തന്ത്രജ്ഞനാണെന്ന് കേരള ജനതയ്ക്കറിയാം. ബുദ്ധിമാനാണെന്നും വിദ്യാഭ്യാസം ഉള്ളവനാണെന്നും കേരള ജനതയ്ക്കറിയാം. വിളവനാണോ ഇല്ലയോ എന്നുള്ളത് 6 മാസത്തിനുള്ളിൽ അറിയാം. ഈ തമിഴ്നാട്ടിലെ ഓരോ പരിഷ്കാരങ്ങൾ കാണുമ്പോൾ കേരള ജനത വിശ്വസിക്കുന്നു, മനസ്സുണ്ടെങ്കിൽ വിജയ് ചെയ്യുന്നത് പോലെ കേരളത്തിലും ചെയ്യാം. അതിന് കേരളത്തിലെ ഭരണ നേതൃത്വം തയ്യാറാകണം എന്ന് ജനം പ്രതീക്ഷിക്കുന്നു. ഇനി PWD മന്ത്രി ബഷീറിൻ്റെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് എപ്പോഴേലും സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കോട്ടയം ജില്ലയിലെ രാമപുരത്ത് നിന്ന് കൂത്താട്ടുകുളത്തിന് പോകുന്ന റോഡ് കഴിയുമെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ആ റോഡൊന്ന് പരിശോധിക്കണം. സാധാരണ മന്ത്രിവാഹനങ്ങൾ പോകുന്ന സ്പീഡിൽ രാമപുരത്തുനിന്ന് കൂത്താട്ടുകുളത്തിനും കൂത്താട്ടുകുളത്തുനിന്ന് രാമപുരത്തിനും ഒന്ന് വരണം. സാധാരണ മന്ത്രിമാർ പോകുന്ന സ്പീഡിൽ പോകുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ അടക്ക് നടക്കും, ഉറപ്പാണ്. വളരെ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ഇവിടുന്ന് അവിടെ ചെല്ലുകയെന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ അശാസ്ത്രീയമാണ് റോഡിൻ്റെ നിർമ്മാണം. ഇങ്ങോട്ട് വന്നിട്ട് പൊത്തോന്ന് അങ്ങോട്ട് ചാടുക ഈ പാവിംഗ് ബ്ലോക്കിലോട്ട്. അത് കഴിഞ്ഞ് ഈ പാവിംഗ് ബ്ലോക്കിൽ കൂടെ വണ്ടി അങ്ങോട്ട് പോയിട്ട് ഇടിച്ചങ്ങോട്ട് കയറുക. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ഒരു എമർജൻസി ആവശ്യത്തിന് അതിലൂടെ വന്നിട്ട് എൻ്റെ ദൈവമേ, ഞാൻ ഓർത്തു ഈ വാഹനം മറിഞ്ഞു പോകുമല്ലോ എന്ന്. ആംബുലൻസൊക്കെ അതിലൂടെ ഓടിക്കുന്ന ഡ്രൈവർമാരെ നമസ്കരിക്കണം നമ്മൾ. എന്നിട്ട് നിങ്ങൾ ആ റോഡിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോയിട്ട് നിങ്ങൾ ജീവനോടെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് പണിത ഒരു കുഴ പറഞ്ഞ ഒരു എഞ്ചിനീയറുണ്ട്, ഒരു കോന്തൻ, ഒരു നാറി, ഒരു ചേട്ട, അവനെ വിളിച്ചു വരുത്തണം. അവനെ വിളിച്ചു വരുത്തിട്ട് PWDയിലെ ആസ്ഥാന ഉപദ്രവിസ്റ്റ് എന്നുള്ള ഒരു അവാർഡ് അവന് കൊടുക്കണം. സംസ്ഥാന PWDയിലെ ആസ്ഥാന ഉപദ്രവിസ്റ്റ് എന്നൊരു അവാർഡ് കൊടുക്കണം. ആ റോഡ് പണിത് വെച്ച എഞ്ചിനീയർക്കും കൊടുക്കണം. അതുകൂടാതെ ഉണ്ടല്ലോ, ആ റോഡ് പണിത കോൺട്രാക്ടറെ കരിമ്പട്ടിയിൽപ്പെടുത്തണം. പൊതുജനത്തിൻ്റെ പൈസ എടുത്ത് കൊടുത്തിട്ട് ഇത് കൂട്ട് ചെറ്റത്തരം കാണിച്ചു വെക്കുമ്പോൾ എന്നതാന്നാ പറയുന്നേ? സത്യം പറഞ്ഞാൽ കൈ കിട്ടിയ 2 അടി കൂടെ വെച്ച് കൊടുക്കാൻ തോന്നും. അവനെയൊക്കെ വഴി കണ്ടാൽ കല്ലെറിഞ്ഞ് ഓടിക്കേണ്ടവന്മാരാ. അതുകൊണ്ട് മയ വരുമ്പോൾ കുഴി വരും എന്ന് പറയുന്ന മന്ത്രി, താങ്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തം താങ്കൾക്കുണ്ട്. എങ്ങനെ ഭരിക്കാം എന്ന് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഞങ്ങൾ ഓരോ ദിവസവും കേരള ജനത ഓരോ കാര്യങ്ങൾ കണ്ട് അങ്ങോട്ട് നോക്കി കൊതിയും വിട്ടിരിക്കുക. നിങ്ങളിവിടെ എങ്ങനെ അടിച്ചു മാറ്റാം, മയ വരുമ്പോൾ കുഴി വരും എന്നുമൊക്കെ പറഞ്ഞ് നിൽക്കാതെ ഇവിടുത്തെ കാര്യങ്ങളുടെ നല്ല വൃത്തിയായിട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.